ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ വിക്രത്തിനോട് ഗംഗപ്രസാദ് പറയണ്ട്, എടാ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആൾ പുറത്ത് തന്നെയുണ്ടടാ. എൻ്റെ കാമുകിയാണ് സ്റ്റെഫി. അവൾ മാത്രമല്ല എൻ്റെ കൂട്ടുകാരും പുറത്ത് തന്നെയുണ്ട്. അത് അവർ നിന്നെ ഉള്ളത് നിനക്ക് ഏറ്റവും വലിയ ഉപയോഗമാകും. അവർ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതെന്തായാലും നന്നായി ഗംഗേട്ടാ. എന്തായാലും എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ ആൾ നന്നായിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം ഖടാര കുത്തിക്കയറ്റാൻ പോണത് അയാളുടെ നെഞ്ചത്തായിരിക്കും. അതിനുശേഷമാണ് കല്യാണിനെ കാർത്തികനെ ഞാൻ ഉന്നം വെക്കുള്ളൂ എന്ന് പറയണം. ശേഷം നമ്മുടെ വിക്രം അങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് കിരണിനെയാണ്. കിരണും കല്യാണി അവിടെ ഇരിക്കുന്ന സമയത്ത് രണ്ട് ക്യാബിനിലായിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് കല്യാണിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റെഫി അവിടേക്ക് വരുന്നത്. ഹലോ മാഡം, ഞാൻ വന്നോട്ടെ അകത്തേക്ക് എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോൾ വന്നോളൂ എന്ന് പറയാണ്. മാഡം, എൻ്റെ പേര് സ്റ്റെഫി എന്ന് പറയാണ്. എന്താ മാഡം, എനിക്ക് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബിൽഡിംഗ് ഒരു സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ഒരു നല്ലൊരു 2 നില വീട് പണിയാൻ വേണ്ടിയിട്ടാണ്, 2 കോടി മതിപ്പുള്ളൊരു വീട് പണിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ്. കല്യാണിക്ക് സന്തോഷമാവുന്നുണ്ട്. അതിനെന്താ മാഡം, ചെയ്തു തരാലോ എന്ന് പറയേണ്ടത്. ഞാൻ ഈ നാട്ടിൽ അന്വേഷിച്ചപ്പോഴേ ഏറ്റവും നല്ല കമ്പനി നിങ്ങളുടെ ആണെന്നാണ് അറിഞ്ഞത്. അതിനെന്താ മാഡം, തീർച്ചയായിട്ടും ഞാനും എൻ്റെ ഭർത്താവും കൊണ്ടാണ് കാര്യങ്ങൾ നോക്കുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് എൻ്റെ ഭർത്താവാണ് നോക്കുന്നത്. ഇൻറ്റീരിയർ വർക്കൊക്കെയാണ് ഞാനും ചെയ്യണത്. ഇൻറ്റീരിയർ വർക്കും വേണം എന്ന് പറയണം. ആദ്യം ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇൻറ്റീരിയർ വർക്കിനോടാണ് താല്പര്യം. അപ്പം മാഡം വന്നിട്ട് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. ശേഷം ഭർത്താവിനകത്ത് സ്ഥലമൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് വർക്ക് ചെയ്യാം, അങ്ങനെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാമെന്ന് പറയാം. എന്തായാലും എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഒരു ബിൽഡിംഗ് വെച്ചേ പറ്റൂ. കാരണം വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പുറത്താണ്. അവർ അമേരിക്കൻ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് നിൽക്കാനൊരു വീട്, നല്ല സൗകര്യമുള്ള വീട്, മുമ്പിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള വീട്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്തുതരാം മാഡം എന്ന് കല്യാണി പറയാണ്. ശേഷം നമ്മുടെ കാർത്തിക ഒരു ചെറിയ ടോക്കൺ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അത് വിശ്വാസം പിടിച്ചു പറ്റി അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. കല്യാണി നേരെ പോയിട്ട് കിരണിൻ്റെ ക്യാബിനിലേക്ക് പോവാണ്. കല്യാണി പറയുന്നുണ്ട്, അതെ കിരണേട്ടാ, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നായിരുന്നു. അവർക്ക് ഇൻറ്റീരിയർ വർക്കിനോടാണ് താല്പര്യം. പിന്നെ അവർക്ക് കൺസ്ട്രക്ഷൻ വർക്കും ചെയ്യണമെന്നുണ്ട്. 2 കോടി രൂപയുടെ ഒരു വർക്കാണെന്ന് പറയാണ്. കിരണിൻ്റെ ഭയങ്കര സന്തോഷമാണ്. കൊള്ളാലോ കല്യാണി, എന്നിപ്പോൾ 2ാമത്തെ വർക്കാണല്ലോ വരുന്നത്. നമുക്ക് നല്ല ഒരുപാട് വർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടെന്ന് പറയണം. അതേ കിരണേട്ടാ, ഞാനിപ്പോൾ അങ്ങനെ വിചാരിച്ചേ ഉള്ളൂ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ മറ്റേ മരിയ മേഡത്തിൻ്റെ പ്രോപ്പർട്ടി നോക്കാമെന്ന് പറഞ്ഞ ദിവസമല്ലേ, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇപ്പോൾ വന്നിരിക്കുന്ന മേഡത്തിൻ്റെ നോക്കാം. അത് മതി കിരണേട്ടാ, തിരക്കൊന്നുമില്ല എന്ന് പറയാണ്. എന്തായാലും നാളെ മരിയ മേഡത്തിൻ്റെ പ്രോപ്പർട്ടി കാണാൻ പോവാം. അവർ നല്ലൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അത് എനിക്കും അങ്ങനെ തോന്നി. അവർ എന്തായാലും അമേരിക്കയിൽ പോണ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം ഡീലാക്കിയിട്ട് അവർ മറ്റന്നാൾ എന്തായാലും അമേരിക്കയിൽ പോയിക്കോട്ടെ. നാളെ നമുക്ക് എന്തായാലും രണ്ടുപേർക്കും നേരിട്ട് പോയി കാണാമെന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണി രാവിലെ തന്നെ മരിയയുടെ പ്രോപ്പർട്ടിയിലേക്ക് പോയി നിൽക്കുക കേട്ടോ. അപ്പോൾ കിരൺ അങ്ങനെ മരിയനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ മാഡം, പറയാന്ന് പേര് പറഞ്ഞില്ല, പറയാന്ന് പറയണം. ഞങ്ങളിവിടെ എത്തി കേട്ടോ. ഞങ്ങൾ ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. അപ്പം മനോഹർ കൂടെയുണ്ട്. മനോഹർ പറഞ്ഞിട്ട്, എന്നാലും മോളു ഇങ്ങനത്തെ ഒരു സ്ഥലം മേടിച്ച കാര്യം മോള് പറഞ്ഞില്ല കേട്ടോ. അതെ, മനോഹറിനൊരു ചെറിയൊരു നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഞാനൊരു ഗിഫ്റ്റും തന്നില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലം വാങ്ങിച്ചത്. നമ്മുടെ 2 പേരുടെ പേരിലാണ് ഈ സ്ഥലം രജിസ്റ്റർ ഞാൻ ചെയ്യാൻ പോണത്. ആദ്യം രജിസ്റ്റർ ചെയ്ത് എൻ്റെ പേരിലാണ്, ഇനി മനോഹറിൻ്റെ പേരിലും കൂടി അത് മാറ്റണം. അത് എന്ത് പൊന്നായ വിലക്ക് കിട്ടിയ സ്ഥലമാണെന്ന് അറിയാവോ? എത്ര കോടി രൂപ മുടക്കിയ സ്ഥലമാണെന്ന് അറിയാവോ? നിനക്ക് ആ സ്ഥലം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇവിടുത്തെ ഏറ്റവും നല്ല കമ്പനിക്കാർ അവിടെ ബിൽഡിംഗ് വെക്കാൻ പോണത്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെല്ലാം ചെയ്തുതരും. ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ ചെയ്തുതരും. നമ്മൾ അമേരിക്കയിൽ പോയിട്ട് ഒരു 6-7 മാസം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇവിടെ നല്ല അടിപൊളി വീട് നമുക്ക് സ്വന്തം. ആ വീട്ടിൽ നിന്ന് കാഴ്ച കാണാൻ നല്ല രസമാണ്. മനോഹറിനും സന്തോഷമാണെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയണ്ട. അങ്ങനെ മരിയ മനോഹറിനെ കൂട്ടിയിട്ട് ആ പ്രോപ്പർട്ടിയുടെ അടുത്തേക്ക് പോകുക കേട്ടോ. അവിടെ നോക്കുമ്പോഴേക്കും ദേ നിൽക്കുന്നു കിരണും കല്യാണിയും കൂടി. അപ്പം മനോഹർ ഇവരെ കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനോഹർ ചോദിക്കേണ്ടത്, അയ്യേ ഇവരെന്താ ഇവിടെ നിൽക്കുന്നത്? എന്താ, നിനക്ക് അവരെ നേരത്തെ അറിയാവോ? എനിക്കറിയാം, ഭയങ്കര ഉടായ്പ ടീംസാന്ന് പറയാണ്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഇവിടുത്തെ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണത് ഇവരാണല്ലോ. എല്ലാവർക്കും ഇവരെക്കുറിച്ച് പറയാനേ ഉള്ളൂ. ഇപ്പം നേരമെന്ന് പറയുമ്പോൾ അതൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വഴി ചെയ്യണതാണ്. നിനക്ക് ഇതൊക്കെ എന്തെങ്കിലും വിശ്വാസം? നീ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നോക്കണത്. അതൊക്കെ വെറുതെ ഫേക്കാണ് മോളൂ. അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി വെറുതെ ചെയ്യാണ്. പിന്നെ ഈ പരസ്യമൊക്കെ കണ്ടാണെങ്കിൽ വെറുതെ പരസ്യം ചെയ്യണതൊക്കെ. ഇവരെ ഒരു ഉപയോഗമില്ലാത്ത ആൾക്കാരാണ്. ഇവർ കൊള്ളില്ല മോളൂ എന്നൊക്കെ പറയാണ്. ഞാൻ ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണ് കണ്ടുപിടിച്ചത്. ഇവർ നല്ല ആൾക്കാർ തന്നെയാണ്. സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. മനോഹർ പാണ്ടായിക്കേ, ഇവരെ പോലത്തെ വൃത്തികെട്ട ആൾക്കാർ വേറെ ഈ നാട്ടിലില്ല മോളൂ എന്നൊക്കെ പറയാണ്. മനോഹരത്തെ ഈ കാര്യത്തിൽ നീ എന്നെ ഭരിക്കാൻ നിൽക്കല്ലേ. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടാൽ പെട്ടെന്ന് അറിയാം. കാരണം അമേരിക്കയിൽ ഞാൻ ഒരുപാട് ഇത് കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് അമേരിക്കയിൽ ഒരു വീടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അവരും കൂടി സജസ്റ്റ് ചെയ്ത ഇവരെ. അപ്പം മാത്രമല്ല, ഈ കല്യാണം എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ടല്ലോ, നിസ്സാരക്കാരിയൊന്നുമല്ല. നിനക്ക് അറിയാൻ പാടത്തോണ്ടാ പത്രത്തിലും ടി വിയിലൊക്കെ ഇവളുടെ വാർത്ത വന്നായിരുന്നു. എടി അതൊക്കെ പൈസ കൊണ്ട് മേടിപ്പിച്ചതാ. കിരണുണ്ടല്ലോ, അവളുടെ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര
ഭയങ്കര കോടീശ്വരന്മാരാ, അവർ പൈസ കൊടുത്തിട്ടല്ലേ കല്യാണിക്ക് അവാർഡൊക്കെ മേടിച്ചെടുത്തത്, അതൊക്കെ വെറുതെ അവളുടെ കഴിവ് കൊണ്ട് അവൾ അവിടെ എത്തിയതെന്ന് പറയാണ് മനോഹർ. പണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ മരിയ പറയണ്ടേ മനോഹർ, നീ വന്നില്ലെങ്കിൽ ഞാൻ ആകെ നാണം കെട്ടു പോകും കേട്ടോ, ഞാൻ ആകെ അവരോട് പറയും ചെയ്തില്ല എൻ്റെ വുഡ്ബി ആയിട്ട് വരുമെന്ന്. എന്നിട്ട് നീ എൻ്റെ പേരെന്തെങ്കിലും പറഞ്ഞോ? അതിന് നിന്റെ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം? എൻ്റെ മരിയ, നീ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ നാളെ ഞങ്ങൾ അമേരിക്കയിൽ പോകാൻ പോകണല്ലേ, അതിന് മുമ്പ് നീ എന്തൊക്കെ വള്ളിക്കെട്ടാ പിടിച്ചു വെക്കണത്? മനോഹരെ, മര്യാദക്ക് നീ ഇറങ്ങി വാ എന്ന് പറയാണ്. ഇല്ല മരിയ, ഞാൻ ഇറങ്ങി വരില്ല എന്ന് വെച്ചാൽ ഇറങ്ങി വരില്ല. ദേ, നീ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ നാളെ അമേരിക്കയിലേക്ക് വരില്ല എന്ന് പറയാണ്. എന്തിനാ മനോഹരെ ഇത്ര വാശി പിടിക്കണത്? നിനക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാണ്. ശരി, നീ വരുന്നില്ലെങ്കിൽ വേണ്ട, നീ ഇവിടെ നിന്നോ. അതെ, വുഡ്ബി എവിടെയെന്ന് അവരെങ്ങാനും ചോദിച്ചാൽ വുഡ്ബി വന്നില്ല, തിരക്കാണെന്ന് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, എന്തിനും കള്ളത്തരം ഉണ്ടോടോ? ഒരു കള്ളത്തരവും ഇല്ല, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ കിരണും കല്യാണി മരിയനെ കാണുമ്പോൾ ഹായ് മാഡം. ഹായ് കിരൺ, ഇതാണ് വൈഫ് കല്യാണി അല്ലേ? അതെ, കല്യാണിനെ കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ താങ്ക് യു മാഡം എന്നൊക്കെ കല്യാണി പറയാണ്. ഈ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കല്യാണി പറയുമ്പോൾ താങ്ക് യു എന്നൊക്കെ പറയാണ്. അല്ല മാഡത്തിന് വുഡ്ബി വരുമെന്ന് പറഞ്ഞിട്ട് വരാൻ നിന്നതാണ്, അവനെ പെട്ടെന്നൊരു മീറ്റിംഗ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. നമ്മുടെ കല്യാണം വലുത് ആഘോഷമായിട്ടൊന്നും നടത്തിയിട്ടില്ല. അപ്പൊ അമേരിക്കയിൽ പോയിട്ട് ഞങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും, അപ്പോഴാണ് ആഘോഷമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെയോ മാഡത്തിന്റെ വുഡ്ബി എന്തെയാ? അവനും ബിസിനസ്സുകാരൻ തന്നെയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ അല്ല മാഡത്തിന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് പറ്റിയൊരു മീറ്റിംഗ്? ഒന്നും പറയണ്ട, അവൻ ഭയങ്കര തിരക്കുള്ള ആളാണ് എന്ന് പറയാണ്. ഇവിടുത്തെ മെയിൻ ബിസിനസ്സുകാരിൽ ഒരാൾ തന്നെയാണ് അവൻ. അതെയോ മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ പേരെന്താ? ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്ന് കിരൺ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ പേര് മനോഹർ എന്നാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കിരണിനും കല്യാണിക്കും മനസ്സിലായി, കാരണം ഈ മനോഹർ തന്നെയാണ് ആ മനോഹർ. മനോഹർ ഇവരെ കണ്ടിട്ടാണ് അവൻ ഒളിച്ചു നിന്നുള്ള കാര്യം കിരണിനും കല്യാണിക്കും മനസ്സിലായിട്ടോ. അങ്ങനെ കിരണും കല്യാണിയും പറഞ്ഞു, ഓ അങ്ങനെയാണോ, ശരി അവരുടെ ഫോട്ടോ എന്തിനുണ്ടെങ്കിൽ കാണിച്ചിരാവും ചോദിക്കുമ്പോൾ മനോഹറിന്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മനോഹറാണെങ്കിൽ മനസ്സിൽ ചോദിക്കണം, ഈശ്വര എൻ്റെ അമേരിക്ക എന്ന് പറഞ്ഞ സ്വപ്നം തകർന്നു പോയെന്ന് തോന്നുന്നു, ഇനി എനിക്ക് അമേരിക്ക പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഈശ്വര വരാൻ പോകുന്നത്. കിരണും കല്യാണി സത്യങ്ങളെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ കാര്യവും മുടങ്ങിപ്പോകും, പിന്നെ ആ പ്രാന്തിയുടെ കൂടെ ഞാൻ ഇനി ഈ കാലം ജീവിക്കേണ്ടി വരുമല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹർ കേട്ടോ. അപ്പോൾ അങ്ങനെ ബിൽഡിങ്ങും പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മരിയ അവിടെ നിന്ന് പോകുന്നുണ്ട്. കിരൺ കല്യാണത്ത് പറയുന്നുണ്ട്, എന്നാലും ഈ പാവം പെണ്ണിനെ അങ്ങനെ വെറുതെ പറ്റിക്കാൻ പാടില്ലല്ലോ കല്യാണി, ഇവിടെ നമുക്ക് അതിൽ നിന്ന് രക്ഷിക്കണമല്ലോ. അതേ കിരണേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ഈ വിക്രത്തിൻ്റെ ഗംഗാപ്രസാദിൻ്റെ പ്രശ്നം കാരണം പിന്നെ അച്ഛൻ നന്നായ ആ ഒരു സന്തോഷം കാണാൻ ഞാൻ ഈ മനോഹറിൻ്റെ കാര്യം മറന്നുപോയി കിരണേട്ടാ. അതെ, നമ്മൾ അവൻ്റെ കാര്യം മറന്നപ്പോൾ കണ്ടില്ലേ, അവൻ കറക്റ്റായിട്ട് ഒരു പുതിയ പെണ്ണിനെ വളച്ചെടുത്തു. വെറുതെ അല്ല സരുവിനെ വട്ടുകൂടിയത്. എന്തായാലും ഇവനെ നാളെ അമേരിക്കയിൽ പോകാൻ തീരുമാനിച്ചേക്കുന്നത്, രാവിലത്തെ ഫ്ലൈറ്റിൽ തന്നെ. അതെന്തായാലും മുടക്കണം. മരിയ മേഡത്തിൻ്റെ സത്യങ്ങളൊക്കെ തുറന്ന് പറയണം. ജുബാനേനെ, അതുപോലെ തന്നെ നീ ഒരു കാര്യം ചെയ്യും, ജുബാനേനെയും നിതേനെയും അതുപോലെ തന്നെ നിഷേനെയും അവരെയൊക്കെ കൂട്ടിക്കോ. പിന്നെ സരയുവിൻ്റെ വിവാഹം കഴിഞ്ഞ് ഫോട്ടോസ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്തോ. എന്നിട്ട് മരിയ മേഡത്തിന് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞേ പറ്റുമെന്ന് പറയാണ്. കുറച്ച് തലക്കോളുള്ള പെൺകുട്ടിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മരിയടുത്ത് സത്യങ്ങളൊക്കെ പറയാൻ പോണ ഭാഗവും ഈ ആഴ്ച കാണാൻ പറ്റൂട്ടെ നമുക്ക്. കിരണും കരണും കൂടി സത്യങ്ങളൊക്കെ മരിയടുത്ത് പറയുമ്പോൾ മരി അങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല, കാരണം മരി അത്ര പിടിപാടുള്ളതാണ്. അതുകൊണ്ട് മനോഹറിനെ എന്തായാലും നല്ല അടി തന്നെയാണ് കിട്ടാൻ പോണേട്ടോ. അപ്പോൾ ആ ഭാഗം നമുക്ക് നാളെയും മറ്റന്നാളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ വരാം. ടേക്ക് കെയർ, ബൈ ബൈ.